പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് USS എക്സാമിൻ്റെ മലയാളം 80 ആൻസർ കീയാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, എൻ വിഭജിതൻ തന്തികൾ തോറും ഇന്ന് അദൃശ്യ പുഷ്പങ്ങളായി നിൽപ്പു എന്നുമീ യാത്ര എന്ന കവിതയിലെ ഈ വരികൾ അദൃശ്യ പുഷ്പങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏതിനെയാണ്? ഓപ്ഷൻ ബി ആണ്, പൂർവ്വ കവികളുടെ ഗാനങ്ങളെ. രണ്ടാമത്തെ ചോദ്യം, സൂചനകളിൽ നിന്ന് സാഹിത്യകാരനെ കണ്ടെത്തുക. സഞ്ചാര സാഹിത്യകാരനാണ്. എഴുത്തിനൊപ്പം വായനക്കാരന് യാത്ര ചെയ്യുന്ന തരത്തിലുള്ള രചനകളാണ്. സഞ്ചരിച്ച മേഖലകളോടൊപ്പം വ്യക്തിപരമായ അനുഭവങ്ങളും രചനകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സഞ്ചാര സാഹിത്യത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, SK പൊറ്റക്കാട്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ദുർബലരെ കഷ്ടപ്പെടുത്തുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നവരുടെ എണ്ണം ഇന്നും സമൂഹത്തിൽ കുറവല്ല. അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിൻ്റെ അർത്ഥവുമായി ചേരാത്ത ശൈലി കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ്, ഉണ്ടച്ചോറിൽ കല്ലിടുക എന്നതാണ് ചേരാത്ത പദം. അടുത്ത നാലാമത്തെ ചോദ്യം, മീനോളം നാടകത്തിൽ എന്താണമ്മേ കടൽ എന്ന ചോദ്യവുമായി കുഞ്ഞുമീൻ അന്വേഷിച്ചിറങ്ങുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ ഡി ആണ്, എല്ലാം ഉൾക്കൊള്ളുന്ന അറിവിൻ്റെ കടൽ. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, കുറിഞ്ഞിപ്പൂക്കൾ ഒരുക്കുന്ന ദൃശ്യോത്സവം ആർക്കുവേണ്ടിയാവില്ല എന്നാണ് സുഗതകുമാരി ലേഖനത്തെ സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഭൂമിയിൽ കടന്നുകയറ്റം നടത്തുന്നവർക്ക് വേണ്ടി. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികൾ ഏതെന്ന് എഴുതുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, 56 അക്ഷരമല്ല 51 അക്ഷരവുമല്ല എൻ്റെ മലയാളം, മലയാളം എന്ന 4 അക്ഷരവുമല്ല, അമ്മ എന്നൊരൊറ്റ അക്ഷരമാണ്, മണ്ണ് എന്ന ഒരൊറ്റ അക്ഷരമാണ് എൻ്റെ മലയാളം. അടുത്ത ചോദ്യം, 2023 കുട്ടികളുടെ ചലച്ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ സിനിമ ഏത് എന്നതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പല്ലോട്ടി 90s കിഡ്സ് എന്നതാണ്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ സർവനാമം ഇല്ലാത്ത വാക്യം ഏത് എന്നതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മൈനയുടെ കരച്ചിൽ കേട്ട് പക്ഷികളൊന്നും പൂന്തോട്ടത്തിൽ വന്നില്ല. അടുത്ത ചോദ്യം, ശരിയായ രീതിയിൽ ഘടകപദങ്ങളാക്കി എഴുതിയിട്ടുള്ളത് ഏതാണ് എന്നതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇലച്ചാർത്ത്, ഇലകളുടെ ചാർത്ത്. അടുത്ത ചോദ്യം, ആത്മാഭിമാനികൾ അടിമത്തത്തെ മരണത്തേക്കാൾ ഭയപ്പെടുന്നു. അനന്തവിശാലമായ ആകാശത്തിൽ സ്വച്ഛന്തം വിഹരിക്കാനാണ് പക്ഷികളും ഇഷ്ടപ്പെടുന്നത്. ഈ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന വരികൾ ഏത് എന്നതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്നതാണ്. അടുത്ത ചോദ്യം, ക്രിസ്റ്റി ബ്രൗണിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി തീർന്ന ഏറ്റവും പ്രധാന സംഭവം ഏത് എന്നതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡെല കൂട്ടുകാരിയായി വന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ MD വാസുദേവൻ നായരെക്കുറിച്ച് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം. മലയാളത്തിൻ്റെ ഇതിഹാസ സാഹിത്യകാരനായിരുന്നു. മലയാള സിനിമകളുടെ തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്നു. അടുത്ത ചോദ്യം, എഴുത്തച്ഛൻ കൃതികളെക്കുറിച്ച് പറയുമ്പോൾ യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ്? നർമ്മരസ പ്രധാനമായ രീതി സാമൂഹ്യ വിമർശനം നടത്തിയത്. അടുത്ത ചോദ്യം, പത്രങ്ങളൊട്ടിളകുന്ന വൃക്ഷലത ഗണത്തിൽ പഴുതിങ്കലൂടെ ഇളങ്കറുപ്പേന്തിയിടും അമ്പരാന്തം കാണുന്നിതിങ്ങിപ്പുറമാഴി പോലെ. അടിയിൽ വരച്ചിരിക്കുന്ന പദങ്ങൾക്ക് സമാനാർത്ഥമുള്ള പദങ്ങൾ ക്രമത്തിൽ ശരിയായി എഴുതിയിരിക്കുന്ന കൂട്ടം ഏത് എന്നതാണ്? ഓപ്ഷൻ എ ആണ്, ഇല, വള്ളി, ആകാശം, സമുദ്രം. അടുത്ത ലാസ്റ്റ് ചോദ്യമാണ്, കമ്മലിനേക്കാളും നക്ഷത്രത്തിനേക്കാളും തിളങ്ങുകയായിരുന്നല്ലോ അന്ന് തന്നെ ഉമ്മ വെച്ചപ്പോൾ അമ്മയുടെ കണ്ണുകൾ. നക്ഷത്രം എന്ന കഥയിലെ കുട്ടി ഇങ്ങനെ ചിന്തിച്ചത് എന്തുകൊണ്ടാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, അമ്മയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട്.